കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്നേഹം നിറഞ്ഞ ദൈവമക്കൾക്ക് അവർക്കും ക്രിസ്തു യേശുവിലുള്ള സ്നേഹവന്ദനം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ക്രൈസ്റ്റ് ഈസ് സഫിഷ്യൻറ്റ്. യേശു ക്രിസ്തു മതിയായവൻ. യേശു മാത്രം മതി. കൂട്ടത്തിൽ തത്വജ്ഞാനം വേണ്ട, കൂട്ടത്തിൽ കർമ്മങ്ങളും ആചാരങ്ങളും വേണ്ട, കൂട്ടത്തിൽ മറ്റൊന്നും വേണ്ട. അങ്ങനെ ഒരു ഉപദേശം ഇവിടെ വന്നപ്പോൾ എപ്പപ്രാസ് വന്നപ്പോൾ പൗലോസ് പറഞ്ഞ തൻ്റെ ആ വേദന, ജയിലിൽ കിടക്കുന്ന പൗലോസ് തനിക്ക് ഒരു ലേഖനം എഴുതി അയക്കുകയാണ്, കൊടുത്തുവിടുകയാണ് തൻ്റെ കയ്യിൽ. സഭയിൽ കൊണ്ട് ഇത് വായിച്ച് കേൾപ്പിക്കണം. ക്രിസ്തു മാത്രം മതി, അവനിൽ നിങ്ങൾ പരിപൂർണരാണ്, കൂട്ടത്തിൽ ഒന്നും വേണ്ട. ഇന്നും കേരള പെന്റക്കോസ്റ്റ് ചർച്ചിൽ യേശു മാത്രമൊന്നും പോരാ. പെനിയൽ സഭയിലും യേശു മാത്രം പോരാ. പിന്നെ എന്തും കൂടെ വേണം. നമ്മളും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അല്ലേ? നമ്മളും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഹല്ലേലൂയ. നമ്മളൊന്നും ചെയ്യണ്ടെന്നാണ് വചനം പറയുന്നത്. അതിൻ്റെ 9ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, എനിക്ക് ആ ഭാഗങ്ങളൊക്കെ പറഞ്ഞു പോകാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കമായിട്ട് പറയാം. ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവൻ്റെ ദേഹത്തിലേക്ക്, അവൻ്റെ ശരീരത്തിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ സർവസമ്പൂർണതയുമാണ് അവനിൽ വസിക്കുന്നത്. അവനിൽ കണ്ടോ, ഇൻ ക്രൈസ്റ്റ് അവനിൽ നിങ്ങൾ പരിപൂർണം. ക്രിസ്തുവിലായില്ലെങ്കിൽ നിങ്ങൾ കുറേ ചെയ്യണം. നിങ്ങൾ ക്രിസ്തുവിൽ വചനത്തിൽ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറഞ്ഞ പക്ഷം വർഷത്തിൽ 40 ദിവസം വെച്ച് ഒരു 4 പ്രാവശ്യമെങ്കിലും ഉപവസിക്കണം. നിങ്ങൾ പിന്നെ ഒരു വിധത്തിൽ ആര്യമായിട്ട് സഹകരിക്കാൻ, ഇന്നത്തെ ഉപദേശങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറയാതെ അറിയാം. പിന്നെ പലരും ഓണമായതുകൊണ്ട് വിളിച്ച് പറഞ്ഞു, അയ്യോ അവിടെ വഴക്കുണ്ടാക്കും, ഞങ്ങളവിടെ നിന്നില്ലെങ്കിൽ പായസം വെച്ച് കൊടുത്തില്ലെങ്കിൽ വഴക്കുണ്ടാക്കും. എന്താണ്? നേരത്തെ ചെയ്യേണ്ടത് ചെയ്തില്ല. ഞങ്ങളെക്കുറിച്ച് എനിക്ക് അഭിമാനം. അല്ലേ, പായസം ഉണ്ടാക്കാൻ നിന്നില്ലല്ലോ. അത് ഉണ്ടാക്കി വെച്ചിട്ടാണെങ്കിലും വന്നിട്ട് പോയിട്ട് കുടിച്ചാൽ മതിയല്ലോ. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ടും നന്ദി. പ്രൈസ് ദി ലോർഡ്. എന്തായാലും ആയിക്കോട്ടെ, പായസം കുടിക്കുന്നതോ സദ്യ ഉണ്ടെന്നൊന്നും തെറ്റൊന്നും അല്ല കേട്ടോ. ഓണം ഒരു ദേശീയോത്സവം. അതൊരു മതത്തിൻ്റെതല്ലത്. ഇപ്പം പക്ഷെ മതത്തിൻ്റെതാക്കി മാറ്റി. ഇപ്പം മഹാബലിയും വിഷ്ണുവും ഒക്കെ കയറി വന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയൊന്നും അല്ലായിരുന്നത്. ചിങ്ങമാസം സമൃദ്ധിയുടെ മാസമാണ്. പലസ്തീൻ നാടുകളിലെ സമൃദ്ധിയുടെ മാസങ്ങളിൽ അവർ ആദ്യഫല പെരുന്നാൾ ആഘോഷിക്കും. അതുപോലെ തന്നെ ഒരു ആഘോഷമായിരുന്നു ഓണം. അതിനെ എന്ത് ചെയ്തു? ദൈവങ്ങളെ കൊണ്ട് കൂട്ടിക്കലർത്തി വെച്ച ഒരു തന്ത്രം. അതുകൊണ്ട് ഓണം എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ ദേശീയോത്സവമായിട്ട് തന്നെ നമ്മൾ കാണണം. പക്ഷെ അതിനകത്തൊരു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമ്മൾ എടുക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഓണത്തിൻ്റെ പേരിൽ എങ്ങനെയും പോയിരിക്കുന്നൊരു പോയിക്കോട്ടെ, നമുക്ക് വന്നവരുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ അവസരം കിട്ടാൻ കാത്തിരിക്കും ഒരു സഭായോഗം മുടക്കാൻ വേണ്ടി. ഒരു സഭായോഗം മുടക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന അതാണ് ഇപ്പം ഇന്നിവിടെ സഭായോഗത്തിന് വന്നിരിക്കുന്ന നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സഭായോഗം പോലും മുടക്കാത്തവരാണ്. സഭായോഗമെന്ന് പറയുന്നത് ഹല്ലേലൂയ, അതിൻ്റെ മഹിമ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ആൾക്കൂട്ടത്തിലല്ല കർത്താവ് നോക്കുന്നത്. നമ്മളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു പാർട്ടാണ് നമ്മൾ. ഇതിനകത്തുനിന്ന് ഒരു ഞായറാഴ്ച നിങ്ങൾ ഇവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ ആ സഭ അതിൻ്റെതായ പൂർണ്ണതയിലല്ല. എന്തും നിങ്ങൾക്ക് പൊന്നുകൊണ്ട് പുളിശ്ശേരി കിട്ടരുമെന്ന് പറഞ്ഞാലും നിങ്ങളൊരു സഭായോഗം മുടക്കാത്തവരായിരിക്കണം. ഹല്ലേലൂയ.
സഭായോഗം എവിടെയെങ്കിലും പോയി കൂടുന്നതല്ല. ഇൻ കേസ് നിങ്ങളിപ്പോൾ ജോലിക്ക് പോയി, ബാംഗ്ലൂർ ഹൈദരാബാദിലാണ് ജോലി വിജയിക്ക് കിട്ടുന്നത്, അവിടെ സഭായോഗത്തിന് പോയി ഇവിടെ വേണമെന്നല്ല, ബാംഗ്ലൂരിൽ പോയെങ്കിൽ അവിടെ സഭായോഗത്തിന് പോയിക്കോളാം. അത് നമ്മുടെ ദൈവികമായിരിക്കുന്ന നിയമം തന്നെയാണത്. നമുക്കിപ്പോൾ അവിടെ ഒന്നും വരാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറ്റുമെങ്കിൽ 100 രൂപ 200 രൂപ മുടക്കിയാണെങ്കിലും നമ്മുടെ ലോക്കൽ ചർച്ചുമായിട്ടുള്ള ബന്ധം നമുക്ക് ഉണ്ടാക്കണം. അതൊരു റിലേഷൻ ആയിരിക്കണം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പം അവനിൽ നമ്മൾ പരിപൂർണരാണ്. ഹല്ലേലൂയ. പുറത്ത് എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ പരിപൂർണരല്ല. എന്നാൽ ഞാൻ ക്രിസ്തുവിലല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താലും പരിപൂർണതയില്ല. ക്രിസ്തുവിൽ ആകാതിരുന്ന പഴയ നിയമ ഇസ്രായേൽ പരിപൂർണതയില്ലായിരുന്നു. അവർക്ക് യാഗങ്ങൾ വേണം, പെരുന്നാളുകൾ വേണം, വഴിപാടുകൾ വേണം, അവർക്ക് പിന്നെ ആലയങ്ങൾ വേണം, യാഗപീഠം വേണം, അവർക്ക് ധൂപപീഠം വേണം, അങ്ങനെയെല്ലാം. ക്രിസ്തുവിലായപ്പോൾ ഇതെല്ലാം കൂടെ ക്രിസ്തുവിലാക്കി തീർത്തു. എന്നിട്ട് ക്രിസ്തുവിനെ തന്നെ എനിക്ക് തന്നു, എന്നെ ക്രിസ്തുവിലാക്കി വെച്ചു. ഞാൻ ക്രിസ്തുവിൽ. ഇത്രയും മാത്രം ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിലല്ലെങ്കിൽ നിങ്ങൾ പുറത്തു നിന്നുകൊണ്ടാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്രയോജനം നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങളുടെ ഒരു നന്മയും മുടങ്ങത്തില്ല. അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പിന്നെ പെട്ടെന്നൊന്ന് പോകട്ടെ. എന്നിട്ട് അതിൻ്റെ 14-15 വാക്യങ്ങൾ, അതിൻ്റെ 14-15 വാക്യങ്ങൾ മോളെ മൈക്കിലൊന്ന് വായിച്ചേ, ഉറക്കെ വായിക്കണം. അതിക്രമങ്ങളൊക്കെ നമ്മുടെ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളയുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. എത്രമാത്രം വിവരിക്കണമെന്ന് എനിക്കറിയത്തില്ല. അതെ, കൊലോസ് ലേഖനത്തിൻ്റെ ക്രിസ്തുവിലുള്ള പരിപൂർണത ഇവിടെ കൊണ്ട് നമ്മൾ കൊണ്ടില്ല. ഇതൊന്ന് വായിച്ചാൽ മാത്രം മതി. ഇന്ന് നമുക്ക് ഈ അനുഗ്രഹം കർത്താവ് നൽകട്ടെ. ഞാൻ വായിച്ച് പോവുകയാണ്. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ചു. ഹല്ലേലൂയ. ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. കണ്ടോ, ജയിച്ചു. ക്രൂശിൽ ലോകം പറഞ്ഞു യേശു തോറ്റുപോയി, ക്രൈസ്തവ സഭ തോറ്റുപോയി. എന്നാൽ ദൈവം പറഞ്ഞു ക്രൂശിൽ അവൻ ജയോത്സവം കൊണ്ടാടി. പിശാചിനെയും അവന്റെ സംഘത്തെയും അവൻ പരസ്യമായ കൂത്തുകാഴ്ചയാക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യും. ഒരു കൂത്തുകാഴ്ചയായി പിശാചിനെ മാറ്റി. അവിടെ പിശാചില്ലെന്നും പോരാട്ടമില്ലെന്നൊന്നും പറയരുത്. കൂത്തുകാഴ്ചയായി തീർന്ന പിശാചിന് പോരാട്ടമുണ്ട്, തന്ത്രങ്ങളുണ്ട്. ഇതിനെ നമ്മൾ അതിജീവിച്ചേ പറ്റൂ. ഞാനിന്ന് ഈ പറയുന്ന ഭാഗത്ത് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു. ക്രൂശിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധയെ ഞാനൊന്ന് കൊണ്ടുവരികയാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക. നിങ്ങൾ അങ്ങോട്ടും ഞാനിങ്ങോട്ടും നോക്കാം. ക്രൂശ് ഇങ്ങനെ കിടക്കുന്നു. അതിനകത്ത് അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ചു. ഇപ്പൊ ക്രൂശിൽ യേശു തറയ്ക്കപ്പെട്ടപ്പോൾ മറ്റൊരു കാര്യം കൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടിട്ടുണ്ട്. എന്താ തറയ്ക്കപ്പെട്ടത്? നമുക്ക് വിരോധമായിരുന്ന, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ചു. ഈ കയ്യെഴുത്ത് എഴുതി വെച്ചത് ആരാണെന്നറിയാവോ? അവന്റെ പേരാണ് സാത്താൻ. നിങ്ങൾക്കെതിരെ
ഞാൻ ചിന്തിക്കുന്നത് ജനനം തൊട്ട് നിങ്ങൾക്കെതിരൊരു കയ്യെഴുത്ത് സാത്താൻ എഴുതി വെച്ചിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അവൻ്റെ ജോലി അപവാദം പറയുക എന്നുള്ളതാണ്. പിശാചിൻ്റെ ഇപ്പോഴത്തെ അപവാദം പറഞ്ഞ് നിർത്തിയിട്ടുണ്ടോ? ഇപ്പം ആ പണി ഇപ്പം പെന്തക്കോസ്തുകാർക്ക് കൊടുത്തിരിക്കുക, നമുക്ക് തന്നിരിക്കുക. അപവാദം പറയേണ്ട ജോലി ആദ്യം പാസ്റ്റർ അപവാദം പറയണം. ഇല്ലാത്തത് തോന്നിയതെല്ലാം പറയണം. മനസ്സിൽ തോന്നിയെല്ലാം ഭാര്യ പറഞ്ഞ തമ്മിൽ പറയത്തുള്ളൂ, വേറെ ആരും പറയത്തില്ല. ഇങ്ങനെ അപവാദം പറയുന്നവൻ്റെ ആ പ്രവൃത്തി, അവൻ ഇപ്പോഴും അപവാദിയാണ്. അവനെക്കുറിച്ച് പല പേരുകളാണ്. ഭോഷ്കിൻ്റെ അപ്പൻ എന്നാണ് അവനെക്കുറിച്ച് പറയുന്നത്. ഭോഷ്കാണ് അവൻ പറയുന്നത്. അവനത് നിർത്തിയിട്ടൊന്നുമില്ല. അവൻ ഇന്നും ഭോഷ്ക് പറയുന്നവനാണ്. അപ്പം അവൻ്റെ തന്ത്രങ്ങളും അവൻ്റെ സ്വഭാവങ്ങളൊക്കെ അവൻ ഇപ്പോഴും ഉണ്ട്. അവനെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്ത് മായ്ച്ചു. എന്തുകൊണ്ട് സംഭവിച്ചതാ? അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പിൻ്റെ പൂർത്തീകരണം നമുക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ അതിക്രമങ്ങളുടെ മോചനമെന്ന് പറയുന്ന വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ പാപക്ഷമ, അതിക്രമങ്ങൾ ക്ഷമിച്ചു കിട്ടിയെന്ന് പറയുമ്പോൾ രക്ഷയാണ് അവിടെ കാണുന്നത്. ക്രൂശിലേക്ക് നോക്കിയാൽ എൻ്റെ രക്ഷ പൂർണ്ണമാണ്. ഇനി ഞാൻ ഒന്നും ചെയ്യണ്ട എന്ന് വെച്ചെന്നാൽ അല്പം കള്ളും കുടിച്ച് 2 ബീഡിയും വലിച്ച് അതിൽ പറ്റുമെങ്കിൽ സിനിമാ തിയേറ്ററിൽ പോയിരുന്ന ജാതികൾ സിനിമ കാണുമ്പോൾ നമ്മുടെ മൊബൈലിനകത്ത് ഡെയിലി ഒരു 3 സിനിമയും ഒക്കെ കണ്ടടിച്ചു പിടിച്ച് യേശുക്രിസ്തു എൻ്റെ അതിക്രമങ്ങളൊക്കെ ക്ഷമിച്ചു, ചട്ടങ്ങളാൽ വിരോധവും പ്രതികൂലവുമാരുടെ കയ്യെഴുത്തൊക്കെ മായ്ച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീ നടന്നോ? നിനക്കെഴുതി അവനെഴുതിയ പുതിയ പുതിയ കയ്യെഴുത്തുകൾ എഴുതുക. സാത്താൻ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുക, ഇവനെ കർത്താവ് ഇതാണ് അവൻ അപവാദം പറയാൻ ഇപ്പോഴും ദിവസം ചെല്ലും. അവൻ്റെ ആയുധവർഗം മേടിച്ചെങ്കിലും അവൻ്റെ അപവാദത്തെ നിർത്തിയിട്ടില്ല അവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ, നമ്മൾ ചുരുക്കം പേരാണെങ്കിലും ഈ സത്യം നമ്മളെ ഒന്ന് സ്വതന്ത്രമാക്കട്ടെ. സത്യം നിങ്ങൾ അറിഞ്ഞാലേ സ്വാതന്ത്ര്യം വരത്തുള്ളൂ. നിങ്ങൾ ആരാധിച്ചാൽ സ്വാതന്ത്ര്യം കിട്ടത്തില്ല. അല്ലെങ്കിൽ ബൈബിൾ പ്രസംഗിച്ചാൽ സ്വാതന്ത്ര്യം കിട്ടത്തില്ല. കാണാതെ പഠിച്ചാൽ സ്വാതന്ത്ര്യം കിട്ടത്തില്ല. വചനം നമ്മൾ അനുസരിക്കുമ്പോൾ, വചനത്തിൽ ശ്രദ്ധ കൊടുത്ത് വചനത്തിൻ്റെ ആഴമായ സത്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് തിരിഞ്ഞ് നമ്മൾ അതിനെ വിവേകത്തോടെ ഗ്രഹിച്ച് അത് പൂർണ്ണമായി നമ്മൾ ബോധ്യപ്പെട്ട് ആശ്രയമായി തീരുമ്പോൾ നമ്മൾ സ്വതന്ത്രരാകും. ഇന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാതെ ആയപ്പോൾ എല്ലാവരും ദയവ് ചെയ്തിട്ട് മോനെ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഉറക്കം വരുന്നുണ്ട്. എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണം. കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് നിങ്ങളെല്ലാവരും ഇടയ്ക്കിടെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും എൻ്റെ മുഖത്തേക്ക് നോക്കുന്നതാണ്. ഇതൊക്കെയാണ് ഒരു സന്തോഷം. പ്രൈസലോൺ. നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി തീർത്തു. അപ്പം എന്താണ് ദുഷ്ടൻ നമുക്ക് എതിരെ എഴുതി വെച്ചിരിക്കുന്ന കയ്യെഴുത്ത്? കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ ആ കയ്യെഴുത്ത് ക്രൂശിൽ തറച്ചു. ഇപ്പൊ ചെന്നൊന്ന് നോക്കിക്കേ, ആ ക്രൂശിൽ നമുക്കെതിരെ എഴുതി വെച്ചിരുന്ന കയ്യെഴുത്ത് മുഴുവനും കൂടെ കർത്താവ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പൊ ഒരു 500 മെസ്സേജ് 1000 മെസ്സേജ് എൻ്റെ ഫോണിനകത്തുണ്ട്. ഉടനെ ഞാനതിനകത്ത് ഡിലീറ്റ് ബട്ടൺ ഒന്നമർത്തി ഡിലീറ്റ് ചെയ്തു. ഈ 500-1000 മെസ്സേജ് ഒരുപോലെ പോയി. ഒരു 1-2 സെക്കൻഡ് കൊണ്ട് എല്ലാം മാറിപ്പോയി. ഇതുപോലെ കാൽവരി കുരിശിൽ. പക്ഷെ ഇത് മാറണമെങ്കിൽ ഉണ്ടല്ലോ വചനത്തിൻ്റെ സ്വാതന്ത്ര്യം. ക്രിസ്തുവിൽ നമ്മളായി മാറുന്നു. ഞാൻ ജീവിക്കുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ, അതാണ് പാപം. ഞാനെന്ന് പറയുന്നത് ക്രിസ്തുവിലായി മറഞ്ഞുപോയി. ക്രിസ്തുവിൽ. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം. ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസം നീ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ നിന്റെ മുമ്പിൽ ആ കാറ് വന്ന് നിൽക്കുന്നു, ആ വീട് വന്ന് നിൽക്കുന്നു, ആ ജോലി വന്ന് നിൽക്കുന്നു. നിനക്കിപ്പോൾ 5 അക്ക ശമ്പളമുള്ള 6 അക്ക ശമ്പളമുള്ള ആ ജോലി വന്ന് നിൽക്കുന്നു. വിശ്വാസത്തെ നീ പറഞ്ഞ് അതിൻ്റെ പേര് ദൈവമക്കളെ കാര്യം കാണാനുള്ള വിശ്വാസം. കാര്യം കാണാനുള്ള വിശ്വാസം. പക്ഷെ രക്ഷയുടെ വിശ്വാസം അതല്ല. ഹല്ലേലൂയ.
ഇങ്ങനെ നീ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. അയ്യോ, അത് പറഞ്ഞില്ലേ, കാര്യം കാണാനുള്ള ഒരു വിശ്വാസം എന്ന് വേണേൽ പറയാം. പക്ഷെ അത് രക്ഷിക്കത്തില്ല. രക്ഷാകരമായ വിശ്വാസം നീ ക്രിസ്തുവിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സാത്താനെ തൊടാൻ പറ്റത്തില്ല മോളെ. തൊടാൻ നിന്റെ വീട്ടിലെ, അവൻ നിന്റെ സമ്പത്തിനെ, നിന്റെ ആരോഗ്യത്തെ, നിന്റെ ഭാവിയെ തൊടാൻ പറ്റത്തില്ല. തൊടാൻ. ഹല്ലേലൂയ. അതാണ് ക്രിസ്തുവിൽ മറഞ്ഞിരുന്നാൽ. അവന്മാരും പഴയതുപോലെ വരുമ്പോഴത്തേക്ക് ഡോറ് അടച്ചിട്ടിരിക്കുന്നു. സാത്താൻ വന്ന് പടപടപടപടാന്ന് മുട്ടി നശിപ്പിക്കാൻ വേണ്ടി വരുന്നവനാ. അവൻ വരുന്നത് എന്തിനാ? അറുപ്പാൻ, മുടിപ്പാൻ, മോഷ്ടിപ്പാൻ, കൊല്ലാനാണ് അവൻ വരുന്നത്. വന്ന് മുട്ടി. പക്ഷെ കതക് തുറന്നത് കർത്താവാണ്. ഇപ്പോൾ മോളിക്കുട്ടി ഇല്ല, വിധുവില്ല, സാമില്ല. കതക് കർത്താവ് തുറന്നു കൊടുത്തു. ഇപ്പോൾ താക്കോല് കർത്താവിൻ്റെ കയ്യില്ല. കർത്താവിന് വേണ്ടി കർത്താവ് വാതിൽ തുറന്നു. സാത്താൻ അടിമുടിയൊന്ന് നോക്കി. അവൻ്റെ കൈകളിലെ ആണിപ്പാട്, അവൻ്റെ കാലുകളിലെ ആണിപ്പാട്. പറഞ്ഞു, കർത്താവേ, ഞാൻ വേറൊരു വീട്ടിലേക്കാണ് വന്നത്. ദയവായിട്ട് തെറ്റുപറ്റിപ്പോയതാ, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ ഒറ്റ ഓട്ടമാണ് അവൻ. എന്താ കാരണം? നീയല്ല വാതിൽ തുറന്നത്. കർത്താവിന് താക്കോല് കൈമാറി. താക്കോല് കൈമാറിയാൽ ആ താക്കോൽ കർത്താവിനാണ്. നമ്മുടെ വീടിൻ്റെ ഉടമസ്ഥാവകാശം, നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം കർത്താവ് കൊടുത്തു. ക്രിസ്തുവിൽ മറഞ്ഞുപോയി നമ്മൾ. ഇത് പറഞ്ഞ് എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ. ഈ ബൈബിൾ നമ്മളെ കൊലോസ് ലേഖനം വരെ പറഞ്ഞു വരുന്നത് ഇൻ ക്രൈസ്റ്റ് ആണ്. ഇൻ ക്രൈസ്റ്റ്, നിങ്ങൾ ക്രിസ്തുവിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്, ക്രിസ്തുവിലാണ് ദത്തെടുക്കപ്പെട്ടത്, ക്രിസ്തുവിലാണ് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്, ക്രിസ്തുവിലാണ് ജ്ഞാനവും നീതിയും വിശുദ്ധിയും നിങ്ങൾ കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ ക്രിസ്തുവിലായപ്പോഴാ. ഉപവാസം കൊണ്ട് കിട്ടിയതല്ല, പ്രാർത്ഥന കൊണ്ട് കിട്ടിയതല്ല, നിങ്ങളുടെ സുവിശേഷ പ്രവർത്തനം കൊണ്ട് കിട്ടിയതല്ല ഇത്. ക്രിസ്തുവിൽ. ക്രിസ്തു എന്തു ചെയ്തു? അവനെ ഞാൻ അങ്ങോട്ട് ആശ്രയിച്ചു. അവനിൽ ഞാൻ മറഞ്ഞിരുന്നപ്പോൾ എൻ്റെ സകല, ഞാൻ തീർത്തും പറയാം, അങ്ങനെ ഉള്ളവരുടെ ഉപവാസമെന്ന് പറയുന്നത് ആമേൻ സാത്താൻ വിറയ്ക്കും. ഹല്ലേലൂയ. അവിടെ പിന്നെയും പറഞ്ഞില്ലേ, അവൻ ഉപവാസം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ, ദാനിയേൽ ഉപവാസം പ്രഖ്യാപിച്ച അന്ന് സ്വർഗത്തിൽ നിന്ന് മറുപടി എത്തി. പക്ഷെ കൈ കിട്ടിയില്ല. എത്ര ദിവസം കഴിഞ്ഞു കൈ കിട്ടാൻ? 21 ദിവസം. എന്തു പറ്റി? ദൂതുമായിട്ട് ഗബ്രിയേൽ ദൂതനെ അയച്ചു മറുപടിയുമായിട്ട്. വഴിക്ക് പാർസി രാജ്യത്തിൻ്റെ പ്രഭു തടഞ്ഞു നിർത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദാനിയേലിനെതിരെ ഒരു കയ്യെഴുത്തുണ്ടായിരുന്നു. ഇത് തകർത്ത് കളയാൻ, പിശാചിൻ്റെ പ്രവൃത്തിയെ തകർക്കാൻ ദൈവത്തിൻ്റെ മക്കൾ ഉപവാസം പ്രഖ്യാപിക്കാമെന്ന് മറുപടി വന്നു. പക്ഷേ പാർസി രാജ്യത്തിൻ്റെ പ്രഭു തടസ്സപ്പെടുത്തി. കർത്താവ് നേരെ ഗബ്രിയേലിൻ്റെ അടുക്കലേക്ക് മീഖായേലിനെ അയച്ചു. മീഖായേൽ വന്ന് പാർസി രാജ്യത്തിൻ്റെ പ്രഭുവിനെ വെട്ടി. ഗബ്രിയേൽ ദൂതനെ പറഞ്ഞു വിട്ടു. എൻ്റെ ദാസനോട് വിഷമിക്കുന്നു, 21 ദിവസമായി ഉപവാസം നിർത്തുന്നില്ല. പറഞ്ഞു, ചെല്ല്. ഹല്ലേലൂയ. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഉപവാസവും ഞാൻ പറയുമ്പോൾ ചിലർ ചിന്തിക്കുന്നത് ഉപവാസം വേണ്ട, പ്രാർത്ഥന വേണ്ട എന്നൊക്കെ ഞാൻ പറയുന്നു എന്നറിയാത്ത, ഞാൻ പറയുന്ന ഉപവാസ ജാതികളെ പോലെ നമ്മളല്ല. നമ്മുടെ ഉപവാസം ക്രിസ്തുവിലായ എനിക്ക് ക്രിസ്തുവിലുള്ള നിക്ഷേപങ്ങൾ തുറന്നു കിട്ടേണ്ടതിനാണ് ഞാൻ ഉപവസിക്കുന്നത്. ഹല്ലേലൂയ. ദൈവ പദ്ധതി വെളിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപവസിക്കുന്നത്. ഭൂമിയിലെ കാര്യം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരാൾ ഉപവസിക്കത്തില്ല. ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ട്, ലാഭത്തിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ ഉപവസിക്കുന്നെങ്കിൽ അവൻ ക്രിസ്തുവിൽ അല്ല. ആമേനൊന്നുമില്ലേ? ആമേനെന്ന് പറഞ്ഞപ്പോൾ അതറിയാവോ? അതിൻ്റെ അർത്ഥം അറിയാവോ? അറിയതല്ലോ. ഒരു ആമേനൊക്കെ പറയാം കേട്ടോ, ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ. എന്നാലും ഇടയ്ക്കൊരു ആമേനൊക്കെ പറഞ്ഞു ഒന്ന് കരവൊക്കെ ഒന്ന് ഉയർത്തിക്കോ, നല്ലതാണ്. നമുക്ക് കർത്താവിനെ യഥാർത്ഥമായിട്ടൊന്ന് സേവിക്കണം. നമുക്ക് വിരോധമായിട്ട് ഒരു കയ്യെഴുത്തുണ്ട്. അത് എപ്പോൾ എഴുതി, എങ്ങനെ എഴുതിയെന്ന് എന്നോട് ചോദിക്കരുത്.
നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പിതാക്കന്മാരിലൂടെ തന്നെ, അല്ലേ മോനെ സാനെ, പിതാക്കന്മാരിലൂടെ തന്നെ അതല്ല നമുക്കെതിരെ ചില കയ്യെഴുത്തുകൾ വരാം. അതിന് ശാപം മുറിക്കുന്നവരുടെ അടുത്തൊന്നും പോകേണ്ടത്. ശാപം കാൽവരി കുരിശിൽ നീക്കപ്പെട്ടെന്ന്. ഇതേ ശാപം മുറിക്കാൻ ഇവിടെ ഞാൻ അങ്ങോട്ട് കൈവച്ച് ശാപം മുറിക്കുകയല്ല സുവിശേഷം പറയുന്നത്. അത് ദുരുപദേശമാണത്. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നത് ആ കാൽവറിയിലെ എന്താണ് വീണ്ടെടുപ്പെന്ന് മനസ്സിലാക്കണം. അതിലേക്ക് നിങ്ങളെ കണ്ണൊന്ന് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. സമയത്തിൻ്റെ പരിധി ഇന്നത് അതൊന്ന് പറഞ്ഞു തരുന്നത് ഞാൻ പ്രസംഗിക്കും. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കയ്യെഴുത്തുണ്ട്, അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പാപത്തിൽ നിന്നും ഇപ്പോഴും രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത ഒരു അനുഭവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കെതിരെ സാത്താനോട് കൈയെഴുത്തവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ക്രൂശിൽ നിങ്ങൾ അത് ഏറ്റെടുക്കാത്തിടത്തോളം കാലം മായ്ക്കപ്പെട്ടിട്ടില്ല. വിശ്വസിക്കുന്നവർക്ക്, അവനെ ഏറ്റെടുക്കുന്നവർക്ക്, ഈ സത്യം വിശ്വസിച്ച് സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ആ കയ്യെഴുത്തിൻ്റെ മോചനം കിട്ടത്തുള്ളൂ. സാത്താൻ എഴുതി വെച്ചിരിക്കുന്ന കയ്യെഴുത്ത് ക്രൂശിൽ തറച്ചു. എന്നെ കുറിച്ച് സത്യം പറയുക, ഒരു 30-31 വയസ്സിൽ ഞാനിവനെ തട്ടും, ഇവനെ കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യിക്കും, ഇവൻ്റെ കുടുംബത്തെ ഞാൻ പറന്തലാക്കും, ഇവനെ നരകത്തിക്കൊണ്ട് തള്ളുമെന്ന ഒരു കയ്യെഴുത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ക്രൂശിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യെഴുത്ത് കർത്താവ് ഇവൻ എഴുതിയിരിക്കുന്നത് കണ്ടു. ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു, എൻ്റെ കർത്താവായി ക്രിസ്തുവിൽ ഞാൻ വസിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കെതിരെ ഉണ്ടായിരുന്ന കയ്യെഴുത്ത് ക്രൂശിൽ ചൊരിയപ്പെട്ട രക്തത്താൽ അത് മായ്ച്ചു കളഞ്ഞു, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇന്ന് 69ലേക്ക് കയറാൻ പോകുക അടുത്ത മാസം. അതെങ്ങനെ? അത് 45 കിലോ വെയിറ്റ്, ഇന്ന് 96 കിലോ വെയിറ്റ്. ഹല്ലേലൂയ. ഇരട്ടിക്ക് മുകളിലായി. അതിപ്പോൾ അത്ര വേണ്ടായിരുന്ന സ്തോത്രം ചെയ്തു. പക്ഷേ ആരോഗ്യക്കുറവൊന്നും ഇല്ലാതെ കർത്താവ് നടത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാത്രമാണോ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് പിശാച് കരുതിയത്? എഴുതി വെച്ചതങ്ങനെ. എൻ്റെ കർത്താവ് അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാൽവറിയിലുള്ള സ്വാതന്ത്ര്യം ഞാൻ ഏറ്റെടുത്തു. ഇവനൊരു നിത്യരോഗിയായിരിക്കുമെന്ന് എന്നെക്കുറിച്ച് എഴുതി വെച്ചു. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കർത്താവിൻ്റെ രക്തത്താൽ. ഹലോ, കർത്താവിൻ്റെ രക്തത്താൽ അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എൻ്റെ തലമുറ, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, നശിപ്പിച്ച് കളയുമെന്ന് തന്ത്രങ്ങൾ പിശാച് എഴുതി വെച്ചു. അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഈവൻ കർത്താവ് എനിക്ക് വേണ്ടി വേറൊരു രേഖ എഴുതി. ഇപ്പോഴും നിങ്ങൾ തീരാത്ത ഒരു രോഗത്താൽ കഷ്ടപ്പെടുന്നെങ്കിൽ, സഹിക്കാൻ വയ്യാത്ത വേദനയാൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ, സഹിക്കാൻ വയ്യാത്ത ദാരിദ്ര്യത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറത്ത് ഒരു പരീക്ഷയും തരത്തില്ലെന്ന് 1 കൊരിന്ത്യർ 10:13 പറയുന്നുണ്ട്. പരീക്ഷയോടുകൂടെ പോക്കുവഴി ഉണ്ടാക്കും. അല്ലാത്തതൊന്നും ദൈവീകമല്ല, അവൻ എഴുതി വെച്ചതാ. ആ കയ്യെഴുത്ത് മായ്ച്ചു കളയണമെങ്കിൽ നീ ക്രിസ്തുവിൽ മറയണം. ആ രക്തം ഒഴുകണം അവിടെ. ചില കുഞ്ഞുങ്ങൾ എത്ര പഠിച്ചിട്ടും മനസ്സിനകത്തിരിക്കുന്നില്ല, ബുദ്ധി കിട്ടുന്നില്ല. പഠിച്ച് അവസാനം ഒന്നുമില്ലാത്ത വിധത്തിൽ അവരെക്കുറിച്ച് കയ്യെഴുത്ത് എങ്ങനെ എഴുതി വെച്ചു? ദൈവം ചിന്തിക്കുന്നത് പോലല്ല സാത്താൻ എഴുതി വെച്ചു. ഇവൾക്ക് ഒരു നന്മ വരരുത്, ഇവനൊരു നന്മ വരരുത് എന്ന് പറഞ്ഞ് കയ്യെഴുത്തെഴുതി വെച്ചാൽ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞത് കൊണ്ടൊന്നും അല്ല മക്കളെ. എൻ്റെ പ്രിയപ്പെട്ടത്, രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ ആർക്കാ പറ്റാത്തത്? രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതശൈലി എന്താ? അവൻ്റെ വിശ്വാസം എന്താ? ഇന്ന് നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ കുറെ ഉപവാസങ്ങളും പ്രാർത്ഥനയും വചനത്തിൻ്റെ വെളിപ്പാടിൽ നിന്നും പുറത്തേക്ക് തള്ളിക്കളയുക. ജാതികളെ പോലെ ജാതികൾ ഉപവസിക്കുന്നുണ്ട്, മുസ്ലിങ്ങൾ ഉപവസിക്കുന്നുണ്ട്, ഹിന്ദുക്കൾ ഉപവസിക്കുന്നുണ്ട്, ദൈവമക്കളായ നമ്മൾ ഉപവസിക്കുന്നുണ്ട്. എന്താ വിടുതൽ? കഴിഞ്ഞ വർഷത്തേക്കാൾ കഷ്ടത കൂടി.
അതിൻ്റെ അങ്ങേ വർഷത്തേക്കാൾ കഷ്ടത ഇപ്പോൾ കഴിഞ്ഞ വർഷം കൂടി, അതേക്കാൾ കഷ്ടത കൂടി, അടുത്ത വർഷം വീണ്ടും കഷ്ടത കൂടുക. ഞാൻ പറയുന്നത് നിത്യജീവൻ തന്നവൻ ഇവിടെ എന്നും കഷ്ടതയാണ്, സങ്കടമാണ്, ഇവിടെ പട്ടിണിയാണ്. അങ്ങനെയല്ല സുവിശേഷം. ഹല്ലേലൂയ. ഉയരങ്ങളിലുള്ളത് നോക്കിക്കൊണ്ട് പോകണമെങ്കിൽ ഈ ഭൂമിയിൽ അല്പ ആശ്വാസം വേണ്ടേ? ഉയരത്തിലെ ചിന്ത കൊണ്ട് നിങ്ങൾ നിറയപ്പെടണമെങ്കിൽ എന്താണ് കൊലോസ്യ ലേഖനം തന്നെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. കൊലോസ്യർ 3-ന്റെ 1 വായിച്ചേ. എല്ലാവർക്കും മൈക്കൂടെ പുറത്ത് കേൾക്കാനാണ് വായിക്കുന്നത്. അടുത്തോട് വായിച്ചു. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം എഴുതി വച്ചിരിക്കുന്നത് ഈ ക്രൂശിന്റെ മാർഗം, ക്രൂശിൽ ഞാൻ യേശുവിൻ്റെ കൂടെ തറയ്ക്കപ്പെട്ടു എന്നും എതിരെ എഴുതിയിരുന്ന പിശാചിൻ്റെ കയ്യെഴുത്തുകൾ മായ്ച്ചു കളഞ്ഞത് ഞാൻ അവനോടുകൂടെ മരിച്ചപ്പോഴാണ്. ഞാൻ അവനോട് ഉയർത്തെഴുന്നേറ്റപ്പോൾ എനിക്ക് വേണ്ടി ഒരു പുതിയ കയ്യെഴുത്ത്, ഒരു പുതിയ എഴുത്ത് കർത്താവ് എഴുതി എന്നെക്കുറിച്ച്. ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെക്കുറിച്ച് എഴുതി വെച്ചിരുന്ന എഴുത്തുണ്ടല്ലോ. ലോകമുണ്ടാക്കപ്പെടുന്നതിന് മുമ്പ് എന്നെക്കുറിച്ച് ഒരു എഴുത്തുണ്ടായിരുന്നു. എന്താണെന്നറിയാം? കണ്ടെത്തിയത് പറഞ്ഞേ. ലോകമുണ്ടാക്കപ്പെടുന്നത് ഇവൻ അവിടെ ജനിച്ചു, അവൻ ഇവിടെ ജനിച്ചു എന്ന്, അവൻ ഇവിടെ പെനിയേൽ സഭയിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവമൈതലായി തീരുമെന്ന് പിതാവായ ദൈവം മുന്നമേ പുത്രനിലൂടെ നമ്മളെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത് നടക്കണം. സാത്താൻ എഴുതിയ എഴുത്ത് പാപനിമിത്തമാണ്. മനുഷ്യൻ പാപം ചെയ്തപ്പോഴാണ് സാത്താൻ മനുഷ്യന് വേണ്ടി കയ്യെഴുത്തുകൾ എഴുതിയത്. സാത്താൻ്റെ കയ്യെഴുത്തല്ല നടക്കേണ്ടത്. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള വിധി നിർണ്ണയം നടക്കണം. കർത്താവിൻ്റെ വിധി നടക്കണം. കർത്താവിൻ്റെ തീരുമാനം നടക്കണം. ഹല്ലേലൂയ. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളോടൊന്ന് ഞാനൊന്ന് പങ്കുവയ്ക്കുക. കർത്താവ് നിങ്ങളുടെ ഹൃദയം ഉണ്ടല്ലോ, ഇവിടെ ഏകാഗ്രത ഉണ്ടല്ലോ, ഉണ്ട് എങ്കിൽ യേശുവിനോടുകൂടെ നമ്മൾ ക്രൂശിക്കപ്പെട്ടപ്പോൾ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു, ക്രൂശിൽ തറച്ചു എന്നാണ് നമ്മളിപ്പോൾ. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഇത് നിങ്ങളൊന്ന് വിശ്വസിക്കണം. ഇടയ്ക്കിടയ്ക്ക് സാത്താമെന്ന് പറയും, നിന്റെ ആത്മീയതയൊന്നും നടക്കത്തില്ല, നിന്റെ ദൈവവേലയൊന്നും നടക്കത്തില്ല, വെറുതെ നിനക്ക് നന്മ വരുത്തില്ല. സാത്താൻ വന്ന് പറയുന്ന വാക്കുകൾ എങ്ങനെ പറയുന്നത്? സാഹചര്യം അങ്ങനെ കൊണ്ട് വെച്ചിരിക്കുക. അതുപോലത്തെ കയ്യെഴുത്തുകളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ചെല്ലുന്നിടത്തെല്ലാം പരാജയം, ചെല്ലുന്നിടത്തെല്ലാം നഷ്ടങ്ങൾ, ചെല്ലുന്നിടത്തെല്ലാം കഷ്ടങ്ങൾ. ഇവിടെ എന്താ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിവില്ലേ? കോഴിക്കുഞ്ഞ് തള്ളക്കോഴിയുടെ ചിറകിൻ്റെ കീഴിൽ ഒന്ന് ആശ്രയിച്ചേ. ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ നോക്കിക്കോളൂ. കഴുകൻ റാഞ്ചൻ പക്ഷി വന്ന് കുത്തിക്കൊണ്ട് പോകുന്നത് തള്ളക്കോഴിയുടെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിക്കാത്തപ്പോഴാണ്. അവനിൽ ആശ്രയിക്കണം നമ്മൾ. അവനിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അവനിൽ നമ്മളായിത്തീരണം. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്നെ ചേർത്തുകൊള്ളുവാൻ എത്ര പെട്ട മനസ്സായിരുന്നെന്നാണ് കർത്താവ് പറഞ്ഞത്. വായിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഭാവം. പക്ഷെ നിങ്ങൾക്കോ മനസ്സില്ല. ഞങ്ങൾക്ക് പുറത്ത് നിന്നാലും ഉപസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ നേടാതെ അറിയാമായിരുന്നു. ഞങ്ങളങ്ങനെ പറഞ്ഞാലേ നിങ്ങളെപ്പോലത്തല്ല. ഞങ്ങൾക്ക് പുറത്ത് നിന്നാലും ഞങ്ങൾ പ്രവർത്തിച്ചെന്നാൽ, ഞങ്ങൾ ഉപസിച്ചെന്നാൽ, ഞങ്ങൾ ആരാധിച്ചാൽ, ഞങ്ങൾ സുവിശേഷ വില ചെയ്താൽ പിന്നെ കർത്താവിനെ കണ്ണു കാണത്തില്ലേ? കർത്താവിനെ ചെവിയേക്കത്തില്ലേ? റാഞ്ചം പക്ഷി ഒന്ന് കൊണ്ടുപോകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. എങ്ങനെ പ്രാർത്ഥിക്കണം? ദുഷ്ടങ്കിൽ നിന്നും അവൻ പരീക്ഷിക്കാൻ ഞങ്ങൾ കിടവരുത്തരുത്.
പരീക്ഷിക്കാൻ ഇടവരുത്തരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അതെപ്പോഴാ? അവൻ്റെ ചിറകിൻ്റെ കീഴിൽ. ഹല്ലേലൂയ. മോസ്റ്റ് ഹൈ ആണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ മോസ്റ്റ് ഹൈ ആയിരിക്കുന്ന ആ അത്യുന്നതൻ്റെ മറവിലാണ് നമ്മൾ. ഹല്ലേലൂയ. ആ വിടുന്ന് നമ്മളെ ഒന്നും ചെയ്യാൻ, അതാണ് ക്രൂശിൽ ദൈവം നമുക്ക് തന്ന. നിങ്ങൾക്ക് ഓടി വന്ന് അവനിൽ ആശ്രയിക്കാം. ഞാൻ പറയട്ടെ, തീർത്തും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, ഇന്ന് നിങ്ങൾ ഈ വചനം വിശ്വസിക്കുമെങ്കിൽ അവൻ്റെ ക്രൂശിൽ അവനോടുകൂടെ നിങ്ങൾക്ക് ക്രൂശിക്കപ്പെടുവാനും അവനോടുകൂടെ മരിക്കുവാനും അവനോടുകൂടെ പൂർണ്ണമായി തീർപ്പാക്കപ്പെടുവാനും നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, വിശ്വാസമുണ്ടെങ്കിൽ, ഇന്ന് കാണുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് നിത്യജീവൻ മാത്രം തരുന്ന യേശുവിനെ കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. ബൈബിൾ പറയുന്നത് ഈ ഭൂമിയിൽ അന്നുള്ള ആവശ്യങ്ങൾ നടത്തിത്തരുന്ന ദൈവം, അന്നന്ന് കടം വാങ്ങി തീറ്റിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അന്നന്ന് പൊങ്ങാൻ വയ്യാത്ത, ആരോഗ്യമില്ലാത്ത നടത്തുന്നവനല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ തന്ന്, രക്ഷ തന്ന്, നിത്യജീവൻ തന്നിട്ട്, ഹല്ലേലൂയ, നിങ്ങൾ എത്രമാത്രം സമ്പന്നരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്നത്, നിങ്ങളുടെ ദശാംശം കൃത്യമായിട്ട് ഇവിടെ തരുന്നവരെ കണ്ടാൽ എനിക്കറിയാം നിങ്ങൾ സമ്പന്നരാണ്. ചിലർ തരുന്നത് 50 രൂപയാണ്, 50 രൂപയാണ്. പക്ഷെ നിങ്ങൾ സമ്പന്നരാണ്. കാരണം നിങ്ങൾക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള സന്തോഷമുണ്ട്. അവിടെയാണ് സമ്പന്നത എന്ന് പറയുന്നത്. എനിക്കറിയാം പലരും ദാരിദ്ര്യത്തിലാണ്, പലരും കടക്കണിയിലാണ്. എല്ലാം ദൈവം അനുവദിച്ചതാണോ? അയ്യോല്ല. ഹല്ലേലൂയ. സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ടിട്ട്, വശീകരിക്കപ്പെട്ടിട്ട് ഞാൻ പ്രലോഭനത്തിൽ പരീക്ഷയിലകപ്പെട്ടു പോയി. എന്താ യാക്കോബ് പറയുന്ന 1 ലേഖനത്തിന് 12-13 ബാക്കി അറിയാമോ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കൊള്ളാകുന്നതിനെ തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവമെന്നെ പരീക്ഷിക്കുന്നെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ്. എന്താ അത്? പ്രലോഭനമാണ്. പ്രലോഭനം, ടെംപ്റ്റേഷനാണത്. ടെംപ്റ്റേഷൻ എന്ന് പറയുന്നത് പാപം ചെയ്യാൻ ദൈവാശ്രയമില്ലാത്ത, വിശ്വാസം നഷ്ടപ്പെട്ട, ക്രിസ്തുവിലിരിക്കാൻ കഴിയാത്തൊരവസ്ഥ എനിക്ക് വരുത്തി. സാത്താൻ്റെ തന്ത്രമായി ഞാൻ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ നീ മരിക്കുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന നമ്മൾ ടെംപ്റ്റേഷൻ മാറുന്നത്, പ്രലോഭനങ്ങൾ മാറുന്നത് ഞാൻ മരിക്കുമ്പോഴാണ്. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു, ഞാൻ ഇല്ല, ക്രിസ്തു എന്നിൽ. പ്രലോഭനങ്ങൾ, ഹല്ലേലൂയ. അല്ലാത്തവർക്ക് പ്രലോഭനങ്ങൾ വലുതാണ്. ഒരാളോട് കർത്താവ് പറഞ്ഞു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണോ? എന്തൊരാഗ്രഹം. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുക, നിങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, സ്വർഗ്ഗത്തിൽ പോകാൻ ഞാൻ എന്താണ് പാസ്റ്റർ എന്നുകൂടെ ചെയ്യേണ്ടത്? എന്തൊരു സന്തോഷമായിരിക്കും. കർത്താവിന് ഭയങ്കര സന്തോഷം. കർത്താവ് പറഞ്ഞു, പോയി കൽപ്പനയൊക്കെ അനുസരിക്കാൻ പറഞ്ഞു. കൊള്ളാം, എൻ്റെ കർത്താവ് ബാല്യം മുതൽ ഞാനിതെല്ലാം അനുസരിച്ച് വരുന്നു. കർത്താവ് അവനെ നോക്കി, കർത്താവ് അവനെ സ്നേഹിച്ചു. അവനോട് പറഞ്ഞു, ഒരു കുറവ് നിനക്ക് ഉണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നിട്ട് വന്നെന്നെ അനുഗമിക്കുക. അവനൊക്കെ എന്ത് ചെയ്തു? നിങ്ങളെപ്പോലെ ചെയ്തോ? അവന് കർത്താവ് അനുഭവം പറ്റിയോ? നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റോ? ചിലർക്ക് സമ്പത്താണ്, ചിലർക്ക് ആരോഗ്യമാണ്. അതിനെ മറികടന്നിട്ട് ഒരു പരിപാടി നടക്കുന്നില്ല. ചിലർക്ക് കുടുംബ ബന്ധങ്ങളാണ്, മറ്റോരോരുത്തർക്ക് ഓരോന്നാണ് അവരുടെ പ്രശ്നം. അത് നീ ഉപേക്ഷിക്കണം, എന്നിട്ട് എന്നെ അനുഗമിക്കണം. ഇതാണ് കർത്താവ് നമ്മോട് പറയുന്നത്. അങ്ങനെ കർത്താവിൻ്റെ വചനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഓരോരുത്തരുടെ കർത്താവ് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറയുന്ന വാക്കുകൾ ഓരോന്നാണ്. യോഹന്നാൻ പറയുമ്പോൾ എന്താ പറയുന്നത്? സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം പിശാചിൽ നിന്നുള്ള കള്ളനാണെന്നാണ്. യോഹന്നാൻ പറയുന്നത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ സഹോദരനെ ജീവൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. യാക്കോബ് എന്താ പറയുന്നത്? ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ നാവിനെ ഒന്ന് കടിഞ്ഞാണിടണമെന്നാണ് യാക്കോബ് പറയും. ഓരോ ദൈവദാസന്മാർ പറയുന്ന വാക്കുകൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മളൊന്ന് പഠിക്കണം. അപ്പം ക്രിസ്തുവിലായിരിക്കുമ്പോൾ അതിൻ്റെ തെളിവെന്താ? നിങ്ങൾ ക്രിസ്തുവിലാണ്.
ക്രിസ്തുവിലായി. എന്താ അതിന്റെ തെളിവ്? പിന്നെ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഇതെന്ത് പുസ്തകം ഇത്? ക്രിസ്തുവിലല്ലാത്തൊരു വ്യക്തിക്ക് അവരുടെ രോഗം, അവരുടെ കഷ്ടത, അവരുടെ ദാരിദ്ര്യം, അവരുടെ ഭാരങ്ങൾ, അവരുടെ വേദനകൾ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? യേസ് പറയാമോ? എന്ന് ആമേൻ പറയാമോ? ക്രിസ്തുവിലാണെങ്കിൽ അന്നുള്ള ദോഷം അന്നത്തേക്ക് പറയും. അപ്പം നമ്മുടെ സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുന്ന ഒരു പ്രലോഭനമുണ്ട്. ഈ പ്രലോഭനത്തിൽ അകപ്പെട്ടിട്ട് ദൈവം എന്നെ പരീക്ഷിക്കുന്നു, ഉപസിച്ചു പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. പ്രലോഭനത്തിന് കാരണമായി തീർന്ന പ്രശ്നത്തെ ക്രൂശിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം. രണ്ടാമത്തെ പരീക്ഷ എന്താ? യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? പരീക്ഷിക്കുന്നത്, ടെസ്റ്റ് ചെയ്യുന്ന, നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതായത് പ്രമോഷന് വേണ്ടിയിട്ടാണ്. എന്നും 1-ാം ക്ലാസ് ഇരുന്നാൽ പോരെന്ന് അവിടെ ഒരു പരീക്ഷയുണ്ട്. ആ പരീക്ഷ ഓരോ ഓണത്തിന് ഇപ്പോൾ ഒരു ടെസ്റ്റ് പേപ്പറൊക്കെ കഴിഞ്ഞു. അടുത്ത ടെസ്റ്റ് ഉണ്ട് ക്രിസ്മസിന്, അടുത്ത ആനുവൽ ടെസ്റ്റ് ഉണ്ട്, പിന്നെ 10-ാം ക്ലാസ്സിലൊരു എക്സാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് 11-നും 12-നും എക്സാം ഉണ്ട്. ഇത് വേണ്ട, തോറ്റു തുന്നമ്പാടി കിടക്കുക. അന്നും 1-ാം ക്ലാസ്സില, ഇന്നും 1-ാം ക്ലാസ്സില. അന്നും 1-ാം ക്ലാസ്സിൽ, രക്ഷിക്കപ്പെട്ട 1-ാം ക്ലാസ്സില, ഇപ്പോഴും 1-ാം ക്ലാസ്സില. ഇപ്പോഴും അറിയാവുന്നത് എന്താണ്? 1 1 2 2 2 4 ഇതറിയാം. കായ്ക്ക അതും തെറ്റും എന്ന് വെച്ചത് ഒരു ആത്മീയ വളർച്ചയുമില്ല. ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികൾ 10 വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട് 1-ാം ക്ലാസ്സിലാണ്. അങ്ങനെ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു സഹോദരിയുടെ അനിയത്തി ഉണ്ടായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ തൊട്ടാണ് 1-ാം ക്ലാസ്സിലാണ്. ശാന്ത എന്നാണ് പേര്. അപ്പോൾ ഞാൻ അന്നൊക്കെ ഇങ്ങനെ, ഇന്ന് 10-ാം ക്ലാസ് വരെ ഓൾ പ്രൊമോഷനാണ്. അതങ്ങനല്ല. അന്ന് എന്ന് പറയുന്നത് 1-ാം ക്ലാസ്സിൽ നിന്ന് ജയിക്കണമെങ്കിൽ അത് അനുസരിച്ച് പഠിക്കണം. ഞാൻ അവസാനം 6-ാം ക്ലാസ്സിലായപ്പോഴും ശാന്ത 1-ാം ക്ലാസ്സിലാണ്. ഇവിടെ 1-ാം ക്ലാസ്സിൽ ഇരിക്കുന്ന ആരൊക്കെ ഉണ്ട്? ഹല്ലേലൂയ. 1-ാം ക്ലാസ്സിൽ നിന്ന് കയറണം. അതാണ് പരീക്ഷ. 3-ാമത്തെ പരീക്ഷ എന്താ? പല വാക്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ പറയുന്നില്ല. എൻ്റെ വിഷയം അതല്ല. പിന്നത്തെ പരീക്ഷ എന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 8 മുതൽ വായിച്ചാൽ മതി. ബാലശിക്ഷ. സഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളാണ്. മക്കളാണെങ്കിൽ ബാലശിക്ഷയുണ്ട്. എന്തിനാ ബാലശിക്ഷ? മക്കളായതുകൊണ്ടാണ് ബാലശിക്ഷ തരുന്നത്. എന്തിനാണെന്ന് വെച്ചെന്നാൽ നിങ്ങൾ അവൻ്റെ വിശുദ്ധി പ്രാപിക്കണം. ഞാനിവിടെ അങ്ങനെ നിർത്തട്ടെ. ഇപ്പം നമ്മൾ ഇന്ന് ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം. നിങ്ങളിരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആ സ്നേഹം, ആ ദൈവത്തിൻ്റെതായിരിക്കുന്ന കരുണ, ആ കൃപയുടെ അത്യന്ത ധനം, ആ തേജസ്സിൻ്റെ അത്യന്ത ഘനം, ഹല്ലേലൂയ, ഇതൊക്കെ ഓർത്ത് ആണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒന്നിലൊന്നുമല്ല. നിങ്ങൾ അവിടുന്ന് 12 ഒക്കെ കഴിഞ്ഞങ്ങ് പോയി. ഹല്ലേലൂയ. പിന്നെ പരീക്ഷ തീരുന്നില്ല. ഇവിടെ IAS IPS MBBS ഒക്കെ കഴിയുമ്പം ഒരു PG കൂടെ കഴിയുമ്പോൾ തീർന്ന്. പക്ഷേ ഈ പരീക്ഷ ഇവിടെ കൊണ്ടുവന്ന് തീരത്തില്ല. മരിക്കുന്നത് വരെ കർത്താവായ യേശുവിൻ്റെ പുരുഷത്വം പ്രാപിക്കണം. അവൻ്റെ പ്രായത്തിൻ്റെ അളവിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ഒറ്റ വാക്കിൽ ക്രിസ്തു എന്ന തലയോളം. അതുവരെ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അതുവരെ നമ്മൾ തികയത്തില്ല. എവിടെ വരെ എത്തിയിട്ടുണ്ട്? ഇപ്പം 12 അല്ലേ? ഹല്ലേലൂയ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. 12 വരെ എത്തണേ കേട്ടോ. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ പരീക്ഷയിൽ എത്ര വരെ എത്തിയിട്ടുണ്ടെന്ന് നോക്കണം. ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ ചിന്തിക്കുന്നു. ഇവിടെ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന ഒരു കയ്യെഴുത്ത് മായ്ച്ചു എന്ന് പറയുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചപ്പോൾ, നിങ്ങൾ ഒന്ന് പറയുന്നത് വായിച്ചേ. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാമത്തെ വാക്യം. യേശു പൊളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം
നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശു കാൽവരിക്കുരിശിൽ പിടഞ്ഞു മരിക്കുന്നു. അവൻ പറഞ്ഞ 6ാമത്തെ വാക്ക് ക്രൂശിൽ വെച്ച് പറഞ്ഞത് സകലവും നിവർത്തിയായി. സകലവും. മക്കളെ, സഹോദരങ്ങളെ, ഇനി നിങ്ങൾ ഈ വേദനയും നിന്നെയും കഷ്ടതയൊന്നും അനുഭവിക്കേണ്ട. കർത്താവ് പറയുക, ഞാൻ പൂർത്തീകരിച്ചു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അതിൻ്റെ മൂലഭാഷയിൽ പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്, അരാമ്യ ഭാഷയിൽ. അപ്പം ഈ പദത്തിൽ അതിൻ്റെ അർത്ഥം ടെറ്റലസ്റ്റായി എന്നാണ് അവിടെ കൊടുത്തത്. ടെറ്റലസ്റ്റായി എന്ന് ടെറ്റലസ്റ്റായി എന്ന് വെച്ചാൽ പൂർത്തീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അർത്ഥവ്യാപ്തിയുള്ള ഒരു പദമാണ് ടെറ്റലസ്റ്റായി എന്ന് പറയുന്ന പദം. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്ത പ്രവൃത്തിയെല്ലാം കൂടെ പൂർത്തീകരിച്ചു. അതിനകത്ത് വരുത്തുണ്ട്. ടെറ്റലസ്റ്റായി എന്ന് പറയുന്ന പദത്തിന് അനേകമായ അർത്ഥങ്ങളുണ്ട്. ഞാനൊന്ന് ചുരുക്കി നിങ്ങളെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 116 3-ാമത്തെ വാക്യം വായിച്ചാൽ. 116 സങ്കീർത്തനം 3-ാമത്തെ വാക്യം. മരണഭാഷകൾ എൻ്റെ കർത്താവിൻ്റെ പറഞ്ഞോ, വായിച്ചു. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. പ്രവാചകൻ പ്രവചന ദൃഷ്ടിയിൽ 116 സങ്കീർത്തനം എഴുതുക. എന്നിട്ട് അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. പാതാള വേദനകൾ എന്നെ പിടിച്ചു എന്ന് വെച്ചെന്നാൽ പാതാളത്തിൻ്റെ മുഴുവൻ കൈകൾ വന്ന് യേശുവിനെ പിടിച്ചു. മരണപാശങ്ങൾ യേശുവിൻ്റെ മേൽ ചുറ്റി. ഇതാരുടെ മേൽ ചുറ്റപ്പെട്ടാണെന്നറിയാമോ? പാപത്തിൻ്റെ ശമ്പളമല്ലേ മരണം? പാപത്തിൻ്റെ ശമ്പളം എന്താണ്? പാപം. എന്താണ് പാപം? മനസ്സിലാക്കാൻ കള്ളു കുടിക്കുന്നത്, വീടി വലിക്കുന്നത്. എൻ്റെ മക്കളെ, സഹോദരങ്ങളെ, ലക്ഷ്യം തെറ്റി എന്തിനെ എന്നെ സൃഷ്ടിച്ചു എന്നുള്ള ആ വ്യക്തമായിരിക്കുന്ന ലക്ഷ്യമില്ലാത്ത അവസ്ഥയാണ് പാപമെന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ നിന്നും നമ്മിൽ ഉണ്ടാകുന്ന സൽപ്രവൃത്തി പോലും പാപമാണ്. ലക്ഷ്യം തെറ്റിപ്പോയി, മാറ്റിയ എന്നാണ്. ഹല്ലേലൂയ. മിസ്സിംഗ് ദ മാർക്ക്. ഒരു ഉദ്ദേശത്തിന് വേണ്ടി ഉണ്ടാക്കി, പക്ഷെ തെറ്റിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ അത് ഇന്ന് കർത്താവ് മോളെ നോക്കിയിട്ട് പറയുമോ ലക്ഷ്യം തെറ്റിപ്പോയെന്ന്? പറയുമോ? നിങ്ങളെക്കുറിച്ചുള്ള ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ടോ? നിങ്ങളെക്കുറിച്ച് എന്താണ് ലക്ഷ്യം? എന്താണ് ഇറ്റേണൽ പർപ്പസ്? എന്താണ് സ്പെഷ്യലൈസ് ചെയ്ത പർപ്പസ്? എന്താണ് ജനറൽ പർപ്പസ്? ലക്ഷ്യം എന്താണെന്ന് അറിയാത്തൊരു മനുഷ്യൻ പാപിയാണ്. ഈ പാപത്തിൽ സാത്താൻ വന്നിവനെ മരണപാശങ്ങൾ ചുറ്റി. എന്താ ഈ മരണപാശങ്ങൾ ചുറ്റി നിർത്തി? എന്താ മരണം? നിത്യനായ ദൈവവും പരിശുദ്ധനായ ദൈവവും പാപിയായ മനുഷ്യനും പാപം ചെയ്തപ്പോൾ പാപിയായ മനുഷ്യനും തമ്മിലുള്ള വേർപാടാണ് മരണം. മരണം വേർപാടാണ്. മരണപാശങ്ങൾ അവനെ ചുറ്റി, പാതാള വേദന അവനെ പിടിച്ചു എന്ന് വെച്ചെന്നാൽ ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്നും അകന്നുപോയി. ലക്ഷ്യം തെറ്റിപ്പോയപ്പോൾ അകന്നുപോയി, മരണപാശങ്ങൾ പിടിച്ച് ദൈവത്തോട് അടുക്കാൻ കഴിയാതെ. അതിനാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ഉപവാസം പ്രഖ്യാപിച്ചത്. അതിനാണ് പഴയ നിയമ കാലഘട്ടത്തിൽ യാഗങ്ങൾ നടത്തിയത്. അതിനാണ് പഴയ നിയമ കാലഘട്ടത്തിൽ ഉത്സവങ്ങളും പെരുന്നാളുകളും നടത്തിയത്. അതിനാണ് പഴയ നിയമ കാലഘട്ടത്തിൽ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത്. സാധിച്ചോ? അവർക്ക് രക്ഷ കിട്ടില്ല. രക്ഷ കിട്ടാൻ യേശു ക്രിസ്തുവിൽ. അപ്പോസ്തല പ്രവൃത്തി 2:24 കൂടെ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 2:24. മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു
പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. Praise the Lord. മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യം ആയിരുന്നു. എൻ്റെ യേശുവിനെ മരണത്തിന് പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. അവൻ മരണപാശങ്ങളെ അഴിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ആമേൻ. അതോടെ നമ്മുടെ മരണം നീങ്ങിപ്പോയി. ഒരു വാക്യം കൂടെ വായിച്ചോ മോളെ. എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ, 14 വാക്യങ്ങൾ, 14-15 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു പോവുക. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു പോവുക. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവരും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു. അവൻ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ. എന്താണ് അർത്ഥം? മരണമുള്ള ശരീരമുള്ളവർ, ദൈവത്തോട് അകന്നു നിൽക്കുന്നവർ ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ഒന്ന് ചിന്തിക്കണേ. എൻ്റെ മരണഭാഷ എനിക്കെതിരെ എഴുതി വെച്ചിരുന്ന കൈയെടുത്ത് നീക്കാൻ യേശു ഇവിടെ എനിക്ക് തുല്യമായി ജഡമുള്ള മരണമുള്ള ശരീരത്തോടുകൂടെ വന്നു. അവൻ ക്രൂശിൽ, ഹല്ലേലൂയ, നാം മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. പ്രൈസ് ദി ലോർഡ്. ജീവപര്യന്തം മരണഭേദിയായ അടിമകളായിരുന്നവരൊക്കെ മരണത്തിൻ്റെ അധികാരി ആരാ? സത്താനാണ്. എന്താണ് മരണം? ദൈവവുമായിട്ട് അടുക്കാൻ പറ്റുന്നില്ല. ഈ പെരുന്നാളുകൾ മുഴുവൻ ആഘോഷിച്ചിട്ട്, ഈ യാഗങ്ങൾ മുഴുവൻ നടത്തിയിട്ട്, ഈ കർമ്മങ്ങൾ മുഴുവൻ ചെയ്തിട്ട് ദൈവത്തോട് എടുക്കാൻ കഴിയുന്നില്ല. പഴയ നിയമത്തിലുള്ള ഉപവാസം എന്നൊക്കെ പറയുന്നുണ്ട്. കഠിനോപത ഉപവാസമാണ്. വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കുന്നത്. അങ്ങനെയൊക്കെ ഉപവസിച്ചിട്ട് അവർക്ക് ദൈവത്തോട് എടുക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് ഈ മരണപാശങ്ങളെ അഴിച്ചു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവരും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അതുകൊണ്ട് പറയുക, ഇപ്പം ഉപവാസിക്കുന്നത് പിന്നെ ഭക്ഷണം വെള്ളം കഴിക്കാതെ മാത്രമല്ല, അല്പം കള്ളും കൂടെ കുടിച്ചുകൊണ്ടാണെങ്കിലും. പെന്തക്കോസ്തുകാരുടെ കാര്യം പറയാം. ഞായറാഴ്ചയാണ് ഇവിടുന്ന് ഞാൻ ഒരു ദിവസം പറഞ്ഞു കേട്ടതാണ്. ഞായറാഴ്ച ഭയങ്കര ധൃതിയാണ് പാസ്റ്ററെ സഭയിൽ നിന്ന് പോകാൻ. ഞാൻ എന്താ ചെന്നിട്ട് വേണമെന്ന്. അവൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ബാറിലാണെന്ന് പെന്തക്കോസ്തുകാരൻ ഉപദേശി പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത്. ഇവിടുന്ന് പോയിട്ട് പിന്നെ എന്ത് ചെയ്യും? ഞായറാഴ്ചയാണ് അന്ന് ആനന്ദിക്കുന്ന, ഫിറ്റ് ചെയ്യുന്ന ദിവസം. മറ്റുള്ള ദിവസമൊക്കെ എന്ന കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കാം. പെന്തക്കോസ്തുകാരൻ്റെ കാര്യമാണ് പറഞ്ഞത്. വെള്ളേം ധരിച്ചുകൊണ്ട് ഞാൻ ചുങ്കത്ത് താമസിക്കുമ്പം സുവിശേഷ വേല ചെയ്യുന്ന ഒരു സഭയിലെ ഒരു ബ്രദർ, ഞാൻ നോക്കുമ്പോൾ ഷാപ്പിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകും. നമ്മളവിടെ താമസിക്കുക, അന്ന് അവിടെ ഷാപ്പുണ്ട്. ഞാൻ ചെയ്യൂ, അദ്ദേഹം അത്ര ക്ലീൻ ഷേവ്, വൈറ്റ് എല്ലാം വളരെ നീറ്റായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ഷാപ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഞാൻ വിചാരിച്ച് വല്ല ചില്ലറ വല്ലതും മാറാൻ, പണ്ട് വില്യംസ് പാസ്റ്റർ ചില്ലറ മാറാൻ കേട്ടിട്ടുണ്ട്, അതുപോലെ വല്ലതും ആണെന്ന് ഞാൻ വിചാരിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ പുള്ളിക്കാരൻ നടക്കാൻ വയ്യ ഇങ്ങനെ. അപ്പോൾ എനിക്ക് പിടി ചില്ലറ മാറി എന്താണ് എനിക്ക് പിടി കിട്ടി. പെന്തക്കോസ്തുകാരുടെ കാര്യമാണ്. ഇപ്പോൾ ബാബു പാസ്റ്റർ പോകുന്ന സഭയിലെ അവിടുത്തെ ചരിത്രം കേൾക്കണം. ഉയരുന്ന സഭയിലെ എല്ലാ വിശ്വാസികളും മദ്യത്തിനും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്കും അടിമയാണ്. ഞായറാഴ്ച സഭായോഗത്തിന് കമ്മിറ്റി കൂടുമ്പം ഭയങ്കര പ്രശ്നം. പാസ്റ്റർ എങ്ങനെ ഒതുക്കാം, അതെല്ലാം പരിപാടി. പക്ഷേ ഡെയിലി വെള്ളമൊഴിച്ചിട്ട് വീട്ടിൽ വരുത്തുള്ളൂ. ഞാൻ പറയുന്നത് ഇത് പെന്തക്കോസ്തുകാരുടെ ഇടയിലെ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഇടയിൽ കാര്യമല്ല പറയും. നമ്മുടെ ഇടയിൽ അങ്ങനെ ഇല്ല. അഥവാ എങ്ങാനും ഒരു ബെഗ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ പിടിക്കും. മാറ്റാത്തവരുണ്ട്. എന്നാൽ നമ്മളതിനെ വഴക്ക് പറയും, ശാസിക്കും. അവരെ കർത്തൃവേഷം കൊടുക്കത്തില്ല നമ്മൾ. ഇവിടെ നമ്മൾ വായിച്ചു വന്നത് മരണം, ദൈവത്തോട് അടുക്കാൻ കഴിയാത്തൊരവസ്ഥ മനുഷ്യന്. ഹല്ലേലൂയ. ഒരുമിച്ച് 24 മണിക്കൂർ ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയുന്നൊരനുഭവം, ഉറക്കത്തിലും അവനോട് കൂടെ. ഇതാണ് ദൈവമക്കളെ ക്രിസ്തീയ ജീവിതം. അതല്ലാതെ ജോലിക്ക് പോയപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല,
അങ്കിളെ അടുക്കളയിൽ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാം മറന്നുപോയി. പിന്നെ ചോറായി കറിയായി എല്ലാം അങ്ങ് മറന്നുപോയി. ഹല്ലേലൂയ. വണ്ടി ഓടിച്ചപ്പോൾ എല്ലാം അങ്ങ് മറന്നുപോയി. പിന്നെ ജോലിക്ക് പോയപ്പോൾ പിന്നെ അവിടുത്തെ കാര്യമല്ലേ, പിന്നെ എല്ലാം യൂട്യൂബിനകത്ത് സിനിമയായിപ്പോയി. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, അത് പെന്തക്കോസ്ത് അനുഭവമല്ല. മരണപാശങ്ങളെ അഴിച്ചിട്ട് നിന്നെ അവൻ നിന്റെ മരണപാശങ്ങൾ ചുറ്റപ്പെട്ടു, പാതാള വേദന പിടിച്ചു. അവൻ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാപമെന്ന് പറയുന്നത് ജീവിത ശൈലിയിൽ തന്നെ നമ്മുടെ അകത്തളത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ പാപമില്ലെന്ന് പറയും, എൻ്റെ ചിന്തയിൽ പാപമില്ലെന്ന് പറയും. അവിടെ കൊണ്ട് തീർന്നില്ല. പാപം എൻ്റെ ശരീരത്തിൽ, റോമാലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വരുന്നത്, എന്നിൽ ഞാൻ അറിയാതെ എൻ്റെ അകത്തുനിന്ന് ചെയ്തു വരുന്നത് എന്നിൽ വസിക്കുന്ന പാപമാണ്. അതെൻ്റെ പ്രവൃത്തിയിലല്ല, അതെൻ്റെ ചിന്തയിലല്ല, എന്നിൽ വസിക്കുന്ന പാപം. ഈ പാപത്തെയാണ് യേശുക്രിസ്തു കാൽവരിയിൽ തോൽപ്പിച്ചത്. ഈ മക്കളെ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ ഭാഗങ്ങളെ ഒന്ന് മനസ്സിലാക്കി ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾ കള്ളുടിക്കരുത്, വീട് വലിക്കരുത്, പാപം ചെയ്യരുത്, കള്ളം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പീഡിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം, ക്രിസ്തുവിലേക്കൊന്ന് മറഞ്ഞിരിക്കാമോ? ക്രിസ്തുവിൽ മറഞ്ഞിരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പാപമെന്ന് പറയുന്നത്. ക്രൈസ്റ്റ് സെന്റേഡ് ലൈഫ്. എസി ആണോ? എസി ആണോ? എ സി ഇടിച്ച് ചൂടാണ് വരുന്നത്. അപ്പോൾ പറഞ്ഞിട്ട് നമുക്ക് വേണ്ട വേണമെങ്കിൽ പറഞ്ഞിപ്പം ഇത് എ സി ഒക്കെ മാറ്റിയിട്ട് തുറന്നിടാം. ഓഫീസ് ലൈറ്റിനൊന്നും ചൂടത്തില്ല. ആട്ടെ, ശ്രദ്ധിച്ചാട്ടെ. ക്രിസ്തുവിലുള്ള ആ ജീവിതമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കുന്ന ഒരനുഭവമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഞാനിത് പറഞ്ഞിട്ട് പെട്ടെന്ന് യേശു പറഞ്ഞു കാൽവരി ക്രൂശിൽ നിവർത്തിയായി എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് കർത്താവ് നിവർത്തിച്ചത്? ഈ നിവർത്തിയായതുകൊണ്ട് ഒറ്റ പദത്തിനകത്ത് ഇത് എവിടെയൊക്കെയാണ് ഈ പദങ്ങൾ പറയുന്നത്? ഞാനത് പറഞ്ഞു തന്നിട്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസ്തരിക്കാം. ഒന്ന്, മഹാപുരോഹിതൻ പാപയാഗം അർപ്പിക്കാനായിട്ട് ആണ്ടിലൊരിക്കൽ, പാപപരിഹാര പെരുന്നാളിൻ്റെ അന്ന് ആണ്ടിലൊരിക്കൽ ദൈവാലയത്തിലേക്ക് പോകും, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പോകും. കയ്യിലെ ആട്ടുകൊറ്റൻ്റെ രക്തം, ഒരു കയ്യിലെ ധൂപപീഠവുമായിട്ട് അകത്തേക്ക് കയറി ചെന്ന് ഈ ആട്ടുകൊറ്റൻ്റെ രക്തം തളിച്ച് പാപപരിഹാര ബലി നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ പറയുന്ന ഒരു പദമാണ് ടെറ്റലസ്റ്റായി. എന്താണ് അതിൻ്റെ അർത്ഥം? ഇനി രക്ഷയ്ക്ക് നിനക്ക് തടസ്സമൊന്നുമില്ല. ഇനി നിന്റെ പാപങ്ങൾ ദൈവം നോക്കുന്നില്ല. ഒരു വർഷത്തേക്ക് നിന്റെ പാപങ്ങൾക്ക് ക്ഷമ കിട്ടിക്കഴിഞ്ഞു. നിന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷ കിട്ടി എന്നുള്ളതോട് പറയുന്നില്ല, പാപക്ഷമ കിട്ടി. ഇനി നിനക്ക് സന്തോഷത്തോടെ പോകാം. പൂർത്തീകരിച്ചു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായി. ഞാൻ പൂർത്തീകരിച്ചു. ഒന്ന്, എന്താണ്? കാൽവരി കുരിശിൽ യേശു മരിച്ചപ്പോൾ നിവൃത്തിയായി എന്ന് പറഞ്ഞ പദം ആദ്യം നമ്മൾ കാണുന്നത് ഈ ഭാഗത്താണ്. എങ്ങനെ? പുരോഹിതൻ യാഗം നടത്തി, ആ യാഗവും നടത്തിയിട്ട് തിരിച്ചു വന്നിട്ട് പറയും ടെറ്റലസ്റ്റായി. ഹല്ലേലൂയ. പാപത്തിന് പരിഹാരം പൂർത്തീകരിക്കപ്പെട്ടു. ഇനി നിങ്ങൾ പാപത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. ഒരു വർഷത്തേക്ക് പാപം, അടുത്ത വർഷം പിന്നെ പാപം വന്നാൽ അതിന് പരിഹാരം ചെയ്യണം. പഴയ നിയമത്തിലെ കാര്യം പറയുന്നത് കേട്ടോ, പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിലെ കാര്യമാണ് അങ്ങനെ പറയുന്നത്. രണ്ടാമത്തേത് ടെറ്റലസ്റ്റായി എന്ന് പറഞ്ഞ പദത്തിൻ്റെ പിന്നിലുള്ള ഒരു കാര്യം, ഒരു ചിത്രകാരൻ തൻ്റെ ഭാവനയിൽ, തൻ്റെ അകത്ത് ഒരു മനോഹരമായ ചിത്രം രൂപം കൊണ്ടു. ആദ്യം ഒരു സിനിമയോ നാടകമോ ഒരു വരയോ ഒരു ചിത്രമൊക്കെ വരുന്നത് ചിത്രകാരൻ്റെ മനസ്സിലാണല്ലോ. ചിത്രകാരൻ്റെ മനസ്സിൽ അത് പൂർത്തീകരിക്കപ്പെട്ടു. ചിത്രകാരൻ അത് വരച്ച് മനോഹരമാക്കി. അതൊരു ഒരു മാലാഹയായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു പൂച്ചെടിയാകട്ടെ, ഒരു വൃക്ഷമാകട്ടെ, അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും വിധത്തിലുള്ള പ്രത്യേകതയുള്ള പടങ്ങളായിക്കോട്ടെ, അദ്ദേഹം അതെല്ലാം പൂർത്തീകരിച്ചു വരച്ചു.
വരച്ച് വെച്ചിട്ട് അദ്ദേഹം പുറത്തേക്ക് ഇങ്ങനെ മാറി നിന്നിട്ട് ഒന്ന് നോക്കും. അതിനകത്ത് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അദ്ദേഹം ചെന്ന് 1-2 സ്ഥലത്ത് തിരുത്തൽ വരുത്തി അതൊന്ന് അങ്ങോട്ട് മാറ്റി ഇവിടെ ഇങ്ങോട്ടൊന്ന് മാറ്റി എല്ലാ കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നിട്ട് അദ്ദേഹം പുഞ്ചിരിച്ചോട്ട് പറയും, ടെറ്റലിസ്റ്റായി. എൻ്റെ മനസ്സിൽ ഞാൻ എഴുതി വെച്ചിരുന്ന കണ്ടുവച്ചിരുന്ന ആ ചിത്രം ക്യാൻവാസിനകത്ത് പൂർത്തീകരിക്കപ്പെട്ടു. എന്താ പറയുന്നത്? ഇപ്പുറത്തേക്ക് മാറിയിരുന്നേ വചനം കേൾക്കണ്ട, അതുപോലെ നിന്നെയും കൂടെ ആകണോ? അതുപോലെ പൂർത്തീകരിക്കപ്പെട്ടു. ആ ചിത്രകാരൻ അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുണ്ടായിരുന്നതിനെ വരച്ച് പൂർത്തീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അദ്ദേഹം പറയുന്ന പദമാണ് ടെറ്റലിസ്റ്റായി. പുഞ്ചിരിയോടുകൂടിയാണ് പറയുന്നത്. യേശു കാൽവരിയില് ദീനരോധനമല്ലായിരുന്നു, പുഞ്ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞത്. ടെറ്റലിസ്റ്റായി എന്നുണ്ട് 3 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന് പറയാം. ആദ്യത്തെ രണ്ടാമത് മൂന്നാമതൊന്ന് പറഞ്ഞു. ഒന്നാമതെന്തോ ടെറ്റലിസ്റ്റായി എന്ന് പറയുന്ന പദം ആദ്യത്തെ ഭാഗം എന്താ പറഞ്ഞത്? യാഗം നടത്തി പൂർത്തീകരിച്ച് തിരിച്ചു വന്നിട്ട് പറയുന്നു, ഇനി നിങ്ങളുടെ പാപം തീർന്നിരിക്കുന്നു, നിങ്ങൾക്ക് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് മഹാപുരോഹിതം എന്നൊരു അനുഗ്രഹിക്കുന്ന പദമാണ് ടെറ്റലിസ്റ്റായി. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു വന്നത് അല്ലെങ്കിൽ ചിത്രകാരൻ്റെ മനസ്സിനകത്തുള്ളതിൻ്റെ ക്യാൻവാസിനകത്ത് പൂർത്തീകരിച്ച് തെറ്റുകളെല്ലാം മാറ്റി തിരുത്തി പൂർത്തീകരിച്ചിട്ട് കൊണ്ടുവരുന്നു. ഇതൊക്കെ വിടുതലിൻ്റെ സന്ദേശം കേട്ടോ. എന്നും പാവവും അശുദ്ധിയും എന്നും കണ്ണുനീരും കഷ്ടതയായിട്ട് പോകാതിരിക്കാൻ വേണ്ടി ഒരു വചനമാണ് അത് നിവൃത്തിയായി എന്ന് പറയുന്നത്. മൂന്നാമത്തത് കൂടെ ഒന്ന് കേട്ടോ. ഹല്ലേലൂയ. ഒരു വീട്, ഞാനിന് ഇതെല്ലാം വാക്യങ്ങൾ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു വീടിൻ്റെ പണി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു, അല്ലെങ്കിൽ പണിയാനുള്ള അതിൻ്റെ കോൺട്രാക്ടറെ ഏൽപ്പിച്ചു. വീടിൻ്റെ പണി എല്ലാം തീർത്തു, പെയിൻറ്റിങ് തീർത്തു, എല്ലാം ഫിനിഷ്ഡ് ചെയ്തിട്ട് അതിൻ്റെ താക്കോല് കൈമാറുന്ന ദിവസം വന്നു. യജമാനൻ വന്നു, പൈസ കൊടുത്ത യജമാനൻ വന്നു. ആ താക്കോലെടുത്ത് യജമാനൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ടെറ്റലിസ്റ്റായി, എന്നെ ഏൽപ്പിച്ച പണി ഞാൻ പൂർത്തീകരിച്ചു. ഒരു വീടിൻ്റെ പണി ഇവിടെ നടക്കുന്നുണ്ട്, അറിയാമോ? ആ പണി പൂർത്തീകരിക്കപ്പെട്ടു. കയറിയാൽ മാത്രം മതി, കയറി അങ്ങോട്ട് താമസിച്ചാൽ മതി. എഫേസ്യർ 4:19 വായിച്ചേ. എഫേസ്യർ 4:19. മുതലൊന്ന് വായിക്കേണ്ടതാണ്. ഞാൻ ആ 19 മാത്രം ഒന്ന് വായിക്കുകയാണ്. ഒന്നാം അധ്യായത്തിൻ്റെ 19 ഒന്നിൻ്റെ ആകയാൽ നിങ്ങൾ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, ദൈവത്തിൻ്റെ ഭവനക്കാരത്രേ, ക്രിസ്തു യേശു തൻ്റെ മൂലക്കല്ലായിരിക്കും. നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ഒരു കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടാണ് ഇനി മക്കളെ, നമ്മളെയും കൂടെ ചില കല്ലുകൾ കൂടെ വേണം, അതിന് എന്നെയും കൂടെ ചേർത്ത് പണിയുന്ന പണിയാണ് അവിടെ നമുക്ക് കാണിച്ചത്. നാലാമത് ഞാൻ പെട്ടെന്ന് പോവുക കേട്ടോ. നാലാമത്തെ കാര്യത്തിൽ നിവൃത്തിയായി, ടെറ്റലിസ്റ്റായി. കൊയ്ത്ത് അടുത്തു. യജമാനൻ തൻ്റെ വയലിൽ കൂടെ വരമ്പത്ത് കൂടെ നടന്നു പോകുമ്പോൾ കൊയ്ത്തിന് നെല്ലുകൾ വിളഞ്ഞു നിൽക്കുന്നു. യജമാനന് സന്തോഷമായി.
യജമാനന് സന്തോഷമായി. യജമാനൻ അതിനകത്തുനിന്ന് വിളഞ്ഞ കറ്റകൾ പറിച്ചെടുക്കും. പറിച്ചെടുത്തിട്ട് ഒരു കറ്റ കെട്ടിയിട്ട് ഇത് ദൈവാലയത്തിൽ പുരോഹിതനിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇത് ഈ കറ്റ കൊണ്ട് കൊടുത്തിട്ട് പുരോഹിതൻ അത് ദൈവസ്ഥാനത്തിൽ ഇങ്ങനെ വീശിക്കൊണ്ട് നീരാജനം ചെയ്യും. നീരാജനം ചെയ്തിട്ട് പുരോഹിതൻ വിളിച്ചു പറയും, ടെറ്റലസ്റ്റായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എന്തായാലും അർത്ഥം, കൊയ്ത്തിന് നിലം വെളുത്ത് പാകമായി കിടക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ കൊയ്ത്തിന് നിലം വെളുത്ത് പാകമായി കിടക്കുന്നു. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, പിന്നെ അവസാനം. ഹല്ലേലൂയ. അപ്പം ആദ്യ ഫലം ക്രിസ്തു, ക്രിസ്തുവിനുള്ളവർ, പിന്നെ അവസാനം. ആദ്യ ഫലക്കറ്റ എന്ത് ചെയ്തു? ആ വയലിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ട് കൊടുത്തപ്പോൾ അടുത്തത് ഒരു വലിയ കൊയ്ത്താണ്. കൊയ്ത്ത് നടക്കാൻ പോവുക കേട്ടോ. കൊയ്ത്ത് നടക്കാൻ പോവുക. ടെറ്റലസ്റ്റായി, നിവൃത്തിയായി, പൂർത്തീകരിച്ചു. ആ കൊയ്ത്തിന്റെ യജമാനൻ വേഗം വരും. വേഗം അടുത്തൊന്നും കൂടി വായിച്ചേ. ഞാൻ വായിക്കുന്നില്ല, ഞാൻ പറഞ്ഞു പോവാം. ഒരു പ്രതിയെ, ഒരു കുറ്റക്കാരനെ കോടതി ശിക്ഷിച്ചു. കോടിക്കണക്കിന് രൂപ ബാധ്യത വരുത്തി. ഇയാളുടെ എല്ലാ സ്വത്തും കൊടുത്തിട്ടും കടം തീരുന്നില്ല. ഇയാളെ കോടതി ജീവിതകാലം മുഴുവൻ ശിക്ഷിച്ച് ഇയാളിൽ നിന്ന് കിട്ടുന്ന നന്മ കൊണ്ട് ഈ കടക്കാരന് കൊടുക്കണം. ഒരു മധ്യസ്ഥൻ വന്നിട്ട് കോടതിയോട് പറഞ്ഞു, അദ്ദേഹം കൊടുക്കാനുള്ള കോടിക്കണക്കിന് രൂപ ഞാൻ കൊടുത്തു തീർക്കാം. ഞാൻ കൊടുത്ത് തീർത്തു. ഞാനത് കൊടുത്ത് രേഖാമൂലം എല്ലാ ഇടപാടും കൊടുക്കേണ്ട ആൾക്ക് കൊടുത്തു തീർത്ത് കഴിഞ്ഞപ്പോൾ കോടതി പ്രഖ്യാപിക്കും, ടെറ്റലസ്റ്റായി, ഒരു ഓർഡർ പുറപ്പെടുവിക്കും പുറത്തേക്ക്. കോടതിയുടെ ഭാഷയാണത്. എങ്ങനെ? അവന്റെ കടങ്ങൾ മുഴുവനും കൊടുത്തു തീർത്തിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായി, അവൻ സ്വതന്ത്രനാകുക. ഈ വാർത്ത കിട്ടിയാൽ അവൻ വിചാരിക്കും, എന്നെ എങ്ങനെ സ്വതന്ത്രനാക്കി? ഒരാൾ നിനക്ക് പകരം, ഒരാൾ നിനക്ക് പകരക്കാരായി ക്രൂശിൽ നിന്റെ സമ്പത്ത് മുഴുവനും, കടങ്ങൾ മുഴുവനും അവന്റെ സമ്പത്ത് കൊണ്ട് കൊടുത്തു തീർത്തു. അവന്റെ ധനത്തിന്റെ മഹാത്മ്യത്താൽ നിന്നെ അവൻ സമ്പന്നനാക്കി തീർത്തു. നീ സ്വതന്ത്രനായി. എനിക്ക് നിന്നൊക്കെ നിങ്ങളോട് ചെയ്ത സന്ദേശങ്ങളൊക്കെ പറയാറുണ്ട്. നിങ്ങൾ കടക്കടയിലോ ബുദ്ധിമുട്ടിലോ ഭാരത്തിലോ ആണെങ്കിൽ നിന്റെ കർത്താവ് സ്വർഗീയ സമ്പത്ത് മാത്രമല്ല, ഈ ഭൂമിയിലും നിന്റെ കടങ്ങൾ കൊടുത്തു തീർക്കാൻ അവൻ മതിയായവൻ തന്നെയാണ്. ഹല്ലേലൂയ. കൊടുത്തു തീർത്തു. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് നിർത്താം. ഹല്ലേലൂയ. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ടെറ്റലസ്റ്റായി, നിവൃത്തിയായി. ആ പദത്തിൻ്റെ അവസാനത്തെ അർത്ഥം കൂടെ ഞാനിപ്പോൾ 6 കാര്യം ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കാം. 2 മല്ലന്മാർ തമ്മിലുള്ള ഉഗ്രസംഘടനം, അങ്ങനെയാണ് റോമൻ സാമ്രാജ്യത്തിൽ നടക്കുന്നത്. ഒരുവനെ കൊല്ലുന്നത് വരെ യുദ്ധം ചെയ്യും. എന്നിട്ടാണ് അവന് സമ്മാനം കൊടുക്കുന്നത്. അവനെയാണ് ഇവർ ഒരു അടിമയെ വാങ്ങുന്നത്. എന്നിട്ടാണ് അടിമയെ വാങ്ങുന്നത്. ഇവനെ എന്ത് ചെയ്തു? 2 പേരെ തമ്മിൽ റോമൻ അവിടുത്തെ മന്ത്രിമാരും രാജാക്കന്മാരും എല്ലാം നിൽക്കും. അവസാനത്തെ യുദ്ധമാണ്. 2 പേര് തമ്മിൽ അടിച്ചടിച്ച് നിന്ന് ഒരുത്തനെ അടിച്ച് താഴത്തിട്ട് അവൻ്റെ നെഞ്ചത്ത് കയറി നിന്നുകൊണ്ട് തൻ്റെ വാളെടുത്ത് തൻ്റെ പെടലി വിച്ഛേദിച്ച് പൊക്കിപ്പിടിച്ചുകൊണ്ട് തൻ്റെ വാളൊരു കയ്യിലും ഒരു കയ്യിൽ തൻ്റെ ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാണികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറയും, എൻ്റെ ശത്രുവിനെ ഞാൻ പകരം വീട്ടിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ടെറ്റലസ്റ്റായി. ഇനി ഇവന് എൻ്റെ മേൽ ഒരു അധികാരവുമില്ല. കർത്താവ് കാൽവരി കുരിശിൽ പിശാചിനെയും അവൻ്റെ കയ്യെഴുത്തും മായ്ച്ചിട്ട് ക്രൂശിൽ തറച്ച് ജയോത്സവം കൊണ്ടാടി. നമ്മുടെ ഇരിപ്പ് കണ്ട തോറ്റ കർത്താവ് എടുത്തിരിക്കുന്നുണ്ടായിരിക്കും. നമ്മളുടെ തോറ്റ് തുന്നം പാടിയിരിക്കുന്ന നമ്മുടെ ടീം തോറ്റു. നമ്മുടെ ടീം